പെട്ടിയാണല്ലോ. പെട്ടി വന്നു. ഇനി പുറകിന് പൊന്നു വരുവോ? പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ലീവ് ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് പോകും. അതിനുള്ളിൽ കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. പക്ഷെ എണ്ണീക്കുമ്പോൾ ലേറ്റ് ആവും. അതും എനിക്ക് പണി കിട്ടും. എന്നാ അറിയോ, ഇവിടെ വന്നിട്ട് ഞാൻ എണ്ണീക്കുമ്പോൾ 9:30-10 മണി നമ്മൾ എണ്ണീക്കണേ. അവിടെ പോയിട്ട് അത് നടക്കുകയില്ല. അവിടെ പോയിട്ട് 7:45 ആകുമ്പോ എണ്ണീക്കണം. ഇല്ല ഹോസ്റ്റലിൽ നിന്ന് ഫുഡും കിട്ടിയല്ല, കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ പോകാനും പറ്റിയല്ല. ക്ലാസ് ലീഡർ ആണേ, ഇച്ചിരി നേരത്തെ ഒക്കെ ചെല്ലണം. എന്റെ കൂട്ടുകാർ എപ്പോഴും പറയും ക്ലാസ്സിലെ CR 8 മണിക്ക് എണ്ണീക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പൊ വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസത്തെയാണ് വീഡിയോ. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും ഓടിപ്പോയി കണ്ടിട്ട് വായോ. ചായ കുടിക്കുന്നേ ഒറ്റ ആയുള്ളൂ. ഞാൻ എന്റെ ഗ്ലാസ് കുടിച്ചു. അപ്പൊ ഞാനും അമ്മയോട് ആശുപത്രി വരെ പോവാണ്. കഫക്കെട്ടുണ്ട്. അപ്പൊ പോകുന്നതിനിപ്പുറം മരുന്നൊക്കെ മേടിച്ച് കുറഞ്ഞിട്ട് പോവാണെങ്കിൽ നല്ലതല്ലേ. എപ്പോഴും ഈ ചായ കുടിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. മെസ്സിന്ന് രാവിലെയും വൈകിട്ടും ചായ കുടിക്കും. അതുകൂടാതെ ക്യാൻറ്റീനിൽ പോയിട്ട് 2 ചായ കുടിക്കും ഡെയിലി. അപ്പം ഈ പശുമാല് കുടിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടുണ്ട് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കഫക്കെട്ടുണ്ട് രാവിലെ. എപ്പോ വിളിച്ചമ്മ ഇല്ല. അപ്പൊ ഏതാണ്ട് പണിയാണ് പുറത്ത്. അപ്പം വന്നിട്ട് രാവിലെ എണ്ണീറ്റു. ക്ഷീണമൊക്കെ മാറി നല്ല രീതിയിൽ ഉറങ്ങി കേട്ടോ. കൂട്ടുകാരൻ രാവിലെ പോയി. അവന് ഞാൻ പറഞ്ഞില്ല, അവൻ പോലീസാണ്. അപ്പം അവന് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവൻ പോയി. ഇപ്പൊ എത്തിക്കാണോ അവിടെ 2-2:30 ആയില്ല അവിടെ എത്തി. അപ്പം ഞാനും അമ്മയോടെ ഹോസ്പിറ്റൽ വരെ പോവാണ്. കൈയോടെ മരുന്ന് മേടിച്ച് കുറയുവാണല്ലേ പോകുമ്പത്തേനും എല്ലാം മെടുക്കനായിട്ട് പോവാം. മൂക്കടപ്പും ഉണ്ട്, സൗണ്ടും പതറുന്നുണ്ട് അല്ലേ. അപ്പൊ കൊറേ ദിവസമായി വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. ഓട്ടോയുടെ താക്കോല് കിടപ്പുണ്ട്. ഓട്ടോ ഇവര് നല്ല വൃത്തിയായിട്ട് കഴിയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടി ഒന്ന് ഇറക്കി ഓടിക്കണം. ഇപ്പം ബൈക്കിന് പോവാം അല്ലെ, 2 പേരുള്ളൂ. കൊറേ ദിവസമായി വണ്ടി ഓരോരുത്തർ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോണ്ടോ നിങ്ങൾ കൈ ധരിക്കും. വണ്ടി ഓടിക്കാതിരുന്നിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ. ബൈക്ക് ഓട്ടോ ഇല്ലാതെ നടക്കുമ്പോ എപ്പോഴും കുറച്ചേരം നടന്നു കഴിയുമ്പോൾ കാലും എടുക്കുമ്പോ ഓർക്കും, അയ്യോ എന്റെ വണ്ടി അവിടെ ഇരിക്കും, ഇങ്ങോട്ട് കൊണ്ടുവന്നാലും നോക്കും. പക്ഷെ അവിടെ ഭയങ്കര തിരക്കല്ലേ. അതുപോലെ നമ്മള് ശ്രദ്ധിക്കുന്ന പോലെ ഒന്നും അല്ല. അവിടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാ. വണ്ടി ഭയങ്കര സ്പീഡിലാണ്. അതും പകുതി വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ല. രാത്രി ചുമ്മാ സൈഡ് വഴിയൊക്കെ എടുത്തോണ്ട് പോകാൻ. ഹെൽമെറ്റ് വെച്ചിട്ട് പോ. അന്നേരം കോളേജിൽ കൊണ്ട് വിട്ടാ പിന്നെ ഇതുവരെ ശ്രീകുട്ടന്റെ കൂടെ യാത്ര ചെയ്തില്ല. അതെ ഞാൻ ഈ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഇന്നും പറയുക, പരീക്ഷ കഴിഞ്ഞ് എന്നെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് 2 പേർക്കിടെ പോണം. പിന്നെ ഇവനിവിടെ ഉണ്ടേലേ എനിക്ക് സർക്കിട്ട് നടക്കും. എവിടെ പോയാലും ഞങ്ങൾ 2 പേരും കൂടെ പോകുന്നത്. ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അന്നേരം പറയാം, എടാ നമുക്ക് രാജമൂട്ടി വരെ പോകാന്ന് പറയും. അന്നേരം ഇവനും ഞാനും കൂടെ അങ്ങ് പോകും. പിന്നെ അപ്പ ഇപ്പോഴും പറമ്പിലായോണ്ട് പണിയൊക്കെയല്ലേ. അപ്പൊ അമ്മയ്ക്കും പോകാൻ പറ്റില്ല, കൂടെ നടക്കാനായിട്ടുള്ളൂ. പോയിട്ട് കൊച്ചിച്ചിരി കട്ടൻ ചായ ഒക്കെ ഇട്ട് പപ്പായ്ക്ക് കൊടുക്കണേ. കുടിച്ചില്ലേ കുട്ടൻ? പപ്പ ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ആണോ? ഇപ്പൊ ഒരു നമ്മുടെ കോഴിക്കുഞ്ഞിനെ ഇടാൻ വേണ്ടി നെറ്റൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൂട് പോലെ ഉണ്ടാക്കണം. എനിക്ക് സമയം കിട്ടാത്തതില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്തേനെ. ഇവിടെ നാട്ടിൽ വന്നപ്പോ മഞ്ഞ ഉടുപ്പ് ഇടാൻ തുടങ്ങി കേട്ടോ. എന്റെ ഫേവറേറ്റ് ഡ്രസ് അല്ലേ. അതെ മഞ്ഞ ഒങ്ങി നിക്കുക. മഞ്ഞക്കളി നല്ല വെയിലുണ്ടല്ലേ. പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ. എനിക്ക് റീൽസ് എടുക്കണ്ടയാ. എനിക്കോ? എനിക്കൊരു ബിങ്കോ. ഇവനെ പപ്പായൊക്കെ സിറ്റിക്കൊക്കെ പോകുമ്പോഴേ കൊച്ചിന് വല്ല വേണോടീന്ന് ചോദിക്കും. അന്നേരം ഇവള് പറയും, എനിക്കൊരു ബിങ്കോ 5 രൂപ 10 രൂപ ബിങ്കോയ്ക്കുള്ളൂ. പപ്പ ഒന്നും പറയാം, ബിങ്കോ ഓക്കെ അത് മതി. എനിക്ക് ബിങ്കോ മതി. എനിക്ക് അതാ ഇഷ്ടം. നീ പൊട്ടിയാണോ? ഇഷ്ടമല്ലേ, ഇഷ്ടമുള്ള സാധനല്ലേ കഴിക്കും. വന്നിട്ട് വേണം പെണ്ണിനെ ഒന്ന് ഇറക്കി ഓടിക്കാൻ. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മഴയല്ലായിരുന്നോ? നല്ല വൃത്തിയായി കഴുകിയിട്ടിരുന്ന അല്ലേ കൊച്ചേ? ഇപ്പൊ 2 ദിവസത്തെ മഴക്കുള്ള ചെളിയായി സൈഡിലൊക്കെ. ഇനി ഇറക്കി നല്ല വൃത്തിയായിട്ടൊന്ന് കഴിയണം. എറിച്ചിലടിച്ച് ചെളിയായതാ. ബൈക്ക് ഓടിക്കാതെ എനിക്ക് ഭയങ്കര വിഷമോ. എങ്ങനെയുണ്ട്? ബ്രേക്കൊക്കെ ഉണ്ട്. നോക്കി സെറ്റാക്കി വെച്ചിട്ട് കഴുകണം. കഴുകിയതായിരുന്നു, പക്ഷെ അവിടെ വെക്കുമ്പോ എറിച്ചിലടിക്കുന്നോണ്ടാ.
ഇത് ഞാൻ പോകുന്നിടത്ത് ഇതൊക്കെ പെയിന്റ് ചെയ്തിട്ട് പോയതാ. ഞാനും പപ്പായ ഒന്ന് രാവിലെ ഒന്ന് അനക്കിയിട്ട് കൊണ്ടുപോയി വെക്കും, എന്നെ കൊണ്ടുവിടാനായിട്ട് വരുന്നതേ. അടിച്ചു നോക്കണം, ആ സൗണ്ട് ഉണ്ടല്ലോ എപ്പോഴും മനസ്സിൽ പോയിട്ട് വരാം. പോയിട്ടോ കേറ്. ചേട്ടയുടെ മുഖത്തെ ആ സന്തോഷം അതെ അതെ അതെ, തെളിഞ്ഞു. പോയിട്ട് ലീവ് കിട്ടിയിട്ട് ഒന്നും മേടിക്കാനൊന്നും സമയം കിട്ടിയില്ല, ഔട്ടിങ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അന്ന് ഇറങ്ങിപ്പോയി മേടിക്കാന്നൊക്കെ വെച്ചപ്പോ പെട്ടെന്ന് സമയമായി, പിന്നെ ഒന്നും മേടിക്കാൻ സമയം കിട്ടിയില്ല. നാളെക്കുട്ടിക്കൊക്കെ നല്ല ഡ്രസ്സും ചെരുപ്പൊക്കെ കുറഞ്ഞ പൈസക്ക് കിട്ടും. ലോക്കൽ സൈഡിൽ പോണം, മാർക്കറ്റ് സൈഡിലൊക്കെ ഭയങ്കര റേറ്റ് ആണ്. കുറഞ്ഞ റേറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. സ്ഥലങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, ചെന്നല്ലേ ഉള്ളൂ. രണ്ടു തൊട്ടൊക്കെ പോയി കണ്ടു പഠിച്ചിട്ട് മാളക്കുട്ടിക്കും എല്ലാം നല്ല ഉടുപ്പൊക്കെ മേടിച്ചിട്ട് തരാം. കൂട്ടുകാർ ശിവയൊക്കെ പുറത്ത് പോയിട്ട് നമുക്ക് അനീതിക്കൊക്കെ ഇടാൻ പറ്റി നല്ല ഉടുപ്പുണ്ട്, വലിയ പൈസ ഒന്നും ആവില്ല, മേടിച്ചിട്ട് പോണോന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഔട്ടിങ് കിട്ടാതൊന്നും മേടിക്കുന്നതാണ്. അപ്പം ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാന്റ് ഉണ്ട് അലക്കാൻ, തലവണക്കാറുണ്ട് അലക്കാൻ, ബെഡ്ഷീറ്റ് ഉണ്ട് അലക്കാൻ, ഒരു ബനിയൻ ഉണ്ട് അലക്കാൻ, അത്ര സാധനം ഉണ്ട് അലക്കാൻ. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് എന്റെ കമ്മി. പിന്നെ ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് ആറിപ്പുഴുത്ത് മുഷിഞ്ഞ് അവിടെ കിടന്ന് ചാടി മറിഞ്ഞൊക്കെയാണ് എന്റെ മേത്തോട്ട് കൊണ്ടിടുന്നത്. ഈ വട്ടം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ ഉള്ളൂ കേട്ടോ. ഫ്രൂട്ട്സ് ആണ്, കോട്ടയത്ത് നിന്ന് മേടിച്ച നല്ല മാതള നാരങ്ങ. അപ്പൊ ഇപ്പൊ ഇതെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ രാമ എടുക്കാൻ വരെ പോവാണ്. അപ്പം എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനം വന്നിരിപ്പുണ്ട് അയക്കാനുള്ളത്, അത് താഴെയാണ് ഇരിക്കുന്നത്, അത് എടുക്കാൻ പോണം. അപ്പൊ രാമയും കൊണ്ട് രണ്ടെണ്ണം കൊടുക്കാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് മോളമ്മ ചെറുതായിട്ടൊന്ന് തെന്നി വീണു, ചെറിയൊരു പരിക്ക് പറ്റി. അപ്പൊ ഞാൻ വന്ന വീഡിയോക്ക് അതൊരു കമന്റ് കിടക്കുന്നുണ്ട്, ശ്രീകുട്ടൻ വന്നപ്പം കഥക് തുറന്നിട്ടേക്കുമായിരുന്നു. ശരിയാണ്, ഞാൻ വന്നപ്പം കഥ തുറന്ന് കിടക്കുമായിരുന്നു. വഴിയിൽ നിന്ന് വീഡിയോ എടുത്തോണ്ട് വരുമ്പോണ്ടോ കഥ ഇവര് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു ഈ ഗ്യാപ്പില് തുറന്നിട്ടേക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ പതുങ്ങി ആ ചെടിയിലൂടെ. അപ്പോഴാണ് പപ്പ കഥക് ലോക്ക് ചെയ്യുന്നത്. ആ വീഡിയോക്കകത്ത് കഥക് ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചവർക്കറിയാം. കഥക് ലോക്ക് ചെയ്തിട്ട് പപ്പ ഇങ്ങോട്ട് പോയി. അപ്പൊ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇത്തിരി നീങ്ങി നിന്നത്. ഞങ്ങൾ അന്നേരമാണ് ജനലിൽ കൂടെ സൗണ്ട് കേട്ട, പട്ടി കുരയ്ക്കുന്ന കേട്ടപ്പോഴാണ് നോക്കിയത്. ഞാൻ കയറിയപ്പോഴേ പട്ടി കുരയ്ക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ കമന്റ് വന്നപ്പോ കുറച്ചു പേർക്ക് ഡൗട്ട് അടിക്കും, എന്നാ ഞാൻ വന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുവാന്ന് അങ്ങനെ ഡൗട്ട് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കമന്റ് വന്നപ്പോ എന്നോട് ചോദിച്ചു, മെസ്സേജ് പേഴ്സണലി ചോദിച്ചു, ശ്രീകുട്ട വന്നപ്പോ അങ്ങനെയാണോ സംഭവിച്ചത്, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കൊരു ഇത് തോന്നാൻ പാടില്ല, അതുകൊണ്ട് കേട്ടോ പറഞ്ഞു. അതെ, അവര് കാണുന്ന എല്ലാരും നമ്മളെ വിശ്വസിച്ചിരിക്കുന്നവരല്ലേ. വീഡിയോ അങ്ങനെ ഫേക്ക് ആയിട്ട് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യം നമുക്ക് വന്നിട്ടില്ല ഇന്നേ വരെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തുമില്ല. ഇതിപ്പോ അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ വന്നപ്പോ എന്തോ ഒരു സന്തോഷമായിരുന്നു നമുക്ക്. അപ്പൊ നാമിക്ക് നമുക്ക് ഇത് ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം, രണ്ടെണ്ണം നാമിക്കുള്ള. അപ്പൊ ഞാൻ സെറ്റ് ആക്കാം. നാമിക്ക് മുതൽ ഓറഞ്ചും പിന്നെ എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉണ്ടോ നോക്കട്ടെ, പയറോ പഴുതനെങ്കിലും കേട്ടോ. പൊടിയൊന്നും ഇല്ല. കൂട് കൂട്ടുന്നുണ്ട്. ആ ഇല അങ്ങ് എടുത്ത് കളഞ്ഞേക്ക്. പോയി കല്ലുണ്ടേ. കൊച്ചു വണ്ടി എടുക്കാൻ പോവാണ്. മിടുക്കനാണല്ലോ.
അപ്പൊ താനേ ഒത്തിരി ദിവസം കൂടി വെല്ലുമിച്ചെ കാണാൻ പോവല്ലേ? സന്തോഷമുണ്ടോ? ഒരു മൂടലായല്ലേ? ആണോ? നീ ഓർക്കോടാ എന്നും വണ്ടി ഓടിക്കുന്നതൊക്കെ? പിന്നെ ഓരോരുത്തരും ഓട്ടോയിലൊക്കെ പോകുമ്പോ കാണും നമുക്കൊരു ഫീലിംഗ്. അതെ. ഇനി ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഓടിച്ചാ മതി. എന്നോട് കൂട്ടുകാരെ പറഞ്ഞ വണ്ടികളുടെ തന്നെ ഓട്ടോ കിട്ടോ? ആഹാ, അവിടെയൊക്കെ ഓട്ടോ ഓടിക്കാൻ എന്നാ പാടോ എന്നെ കൊണ്ടോ, എനിക്ക് പേടിയാ. അവിടുത്തെ ഓട്ടോ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഓട്ടോ അല്ലല്ലോ. നമ്മുടെ ഇവിടെ നമുക്ക് വഴി പരിചയമാണ്, ഓടിക്കാനും കുഴപ്പമില്ലല്ലേ? ഒറ്റ കൈയിൽ നമ്മൾ വണ്ടി നടക്കില്ല. അവിടുത്തെ എല്ലാം കുഞ്ഞോട്ടം അല്ലേ? കുഞ്ഞോട്ടം. അവിടെ ചെറിയ വണ്ടിയാ. ഇവിടെയാണ് അപ്പുറത്താണോ നിർത്തുന്നേ? ആ, നമ്മുടെ ഈ സ്ഥലപ്പേര് ആറ്റിയാൽ എന്ന് പറയും കേട്ടോ. ഇവിടെ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് തിരക്ക് പിടിച്ച് വന്നേക്കല്ലേ, വന്നാ നിക്കാൻ വേണ്ടി വരണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിക്കാൻ വരാൻ പറ്റിച്ചത് കീർത്താമത്തിന് എന്തൊക്കെ എന്നായിരുന്നു ക്ഷേപിച്ചു. അടുത്ത് താമസിക്കുന്നവരും വന്ന് നിൽക്കാത്തവരൊക്കെ ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ജാനി എന്നെ കാണുമ്പോ ഓട്ടോ കേട്ടോ. ആ എന്നാ ഇതാന്ന് എനിക്കറിയില്ല. ഇപ്പൊ പോകുന്നതിന് മുമ്പ് ഇറങ്ങുക അളിയാ, പോകുന്നതിന് മുമ്പ് വായോ. ആ ഞാൻ 10-15 ദിവസം ഉണ്ട്. ഇങ്ങോട്ട് വരണേ. ഇങ്ങോട്ട് വന്നല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു കാര്യം അയ്യടാ ഡാൻസ് കളിച്ചെങ്ങനെ ഡാൻസ് ചെയ്യുന്നത്? തിങ്കിൾ പാട്ട് പഠിപ്പിച്ചേ. ഇങ്ങനെ കാണിക്കേ. ഞാൻ കാണിക്കും. ഇവിടെ നിന്ന് മറ്റേ വണ്ടി ഇരുന്ന് കാറ് അല്ലേ, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അയ്യോ എന്നാ പെട്ടെന്ന് എന്നിട്ട് ആത്തക്കൊക്കെ പറിക്കും. ഇരുട്ടി സന്ധ്യയായി. അത് പഴുത്തു തിന്നു. ഇന്ന് തീർന്ന ഉച്ചക്ക്. ഇനിയൊരു മടക്കില്ല. അല്ല ഇനി തിരിച്ചു വരവില്ല. അല്ല ഇനി പോയിട്ട് പിന്നെ മണ്ടൂകം. ആ ബുദ്ധി വേണം, ബുദ്ധി. ഞാൻ വണ്ടി മാറ്റി തരാടി, ഇല്ലേ പോകാൻ പാടായിരിക്കും. ഇല്ലില്ല ഞാൻ ഇനി പോണില്ല. അമ്മ ഇന്ന് അവിടെ അമ്മയുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്, കസിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ അതെ ആ സെറ്റ് സെറ്റ്. ടാറ്റാ ബൈ. എന്നാ പ്രശ്നം എന്നാ അവിടെ? ഇടപെടണോ? കൊച്ചി ചോദിക്കുവായിരുന്നു അമ്മേനെ കൊണ്ട് പോയിട്ട് അമ്മയും ചെയ്യുന്ന. അമ്മയുടെ റിലേറ്റീവും കസിൻസും എല്ലാം താഴെ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് വരാൻ ചെറിയൊരു മടി. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിന്നോ, രാവിലെ വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് രാമനെ കണ്ടു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നീ വിളിച്ചത്. സിന്ധുപ്പിച്ച് അമ്മ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴെ തിരിച്ചു കയറി പോന്നു. ഞാൻ വഴി വെച്ച അവരെ കണ്ട, അവര് താഴെ ഇറങ്ങി പോവായിരുന്നു. അവര് വന്നപ്പം ഞാൻ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അമ്മ വൈകിട്ട് പാലില്ലെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയേ. ഞാൻ നോക്കിയപ്പോ പാലൊന്നും ഇല്ല. അയ്യോ ഞാൻ ചായ വെച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പം പോവാ, ചിറ്റപ്പം വരും. ചായ കൊടുത്തില്ലേ? ഇല്ല, ചായ കുടിച്ചില്ല. ആ സാരമില്ല, അവരിപ്പോ സന്തോഷത്തിന് എടുക്കാനാ പോയാട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ചായ കിട്ടിക്കോളും. ഏതെങ്കിലും രണ്ടും കൊല്ലന്നാനോ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടിയാൽ മതി.
അതെ പിന്നെ ചിറ്റപ്പം വരും അന്നേരം പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. ചിറ്റപ്പൻ 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കട കഴിഞ്ഞ് വരും. എനിക്കാണെങ്കിൽ അവരോട് മിണ്ടാനും പറ്റിയില്ല. കുഞ്ഞുമ്മയൊക്കെ വന്നിട്ട് അമ്മയുടെ രാധമ്മയുടെ അനിയത്തിയൊക്കെ കേട്ടോ, അനിയത്തി മക്കളൊക്കെയാണ് വന്നത് താഴെ തറവാട്ടില്. അപ്പം ഇച്ചിരി കഴിഞ്ഞ് അമ്മ വിളിക്കുമായിരിക്കും. ഞാനുള്ളതുകൊണ്ട് അമ്മയ്ക്ക് നിൽക്കാൻ മടിയായിരുന്നു. പിന്നെ അവരെ കണ്ടപ്പോ നിക്കണമെന്നുണ്ട്. ഞാൻ ഇന്നലെ അല്ല വന്നത്. അപ്പൊ ചെറുക്കൻ വന്നിട്ട് 5 മിനിറ്റ് ആയുള്ളൂ അമ്മച്ചേച്ചിയൊക്കെ വന്നിട്ട്. ശരി ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നിട്ടേ ശരീരമെല്ലാം വേർത്ത്. രാധമ്മയുടെ അവിടെ എന്റെ ഒരു നിധി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 മാസമായിട്ട് ആ നിധി ഞാൻ ലോക്ക് ചെയ്ത് മണിച്ചിത്ര താഴിട്ട് പൂട്ടി വെച്ചേക്കുമായിരുന്നു. ഇന്ന് ഞാൻ പോയപ്പോ ആ നിധി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അമ്മ രാമയോടെ നിൽക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. നാളെ രാവിലെ വരുള്ളൂ. അല്ല ഇച്ചിരി കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. അപ്പം പോയി കൂട്ടിക്കൊണ്ട് വേണം. നമ്മുടെ നിധി എന്നാന്ന് കാണിക്കാൻ പോ. ഞാനും കുട്ടമ്മനും കൂടെ പോയിട്ട് തരാം. എന്നാണോ ആവോ നിധി ഭയങ്കര വിലവെടുപ്പുള്ളതാ. 5 ലക്ഷം രൂപയാണ് നിധിയാ. ഇറങ്ങി പറഞ്ഞോ? ഇറങ്ങി പോലെ കൊഴപ്പില്ല. നീലയും കമലയൊക്കെ ബനീൻ ഇട്ടേക്കുന്നുണ്ട്. ആളെ തിരിച്ചറിയാ. പോരട്ടെ. പെട്ടിയാണല്ലോ. പെട്ടി വന്നു. ഇനി പുറകിന് പൊന്നു വരുവോ? നമ്മുടെ വീട്ടിൽ പെട്ടി വരുന്നത് ചേച്ചി വരുമ്പോഴല്ലേ. ഒരാള് വരുന്നുണ്ട് UK ആണോ? വരും. നേരെ വെച്ചോ. അങ്ങനെ തന്നെ വെച്ചോ. ഈ ഒരു പെട്ടിക്കകത്ത് 1.5 ലക്ഷം രൂപ ഉണ്ട്. ഈ ഒരു പെട്ടിക്കകത്ത് കേട്ടോ. അതായത് എന്റെ 3-4 മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇത്. അപ്പം നമുക്ക് അക്കൗണ്ടിൽ സേവ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ പൈസ സേവ് ചെയ്യാന്നുള്ളതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ബോക്സ്. അതെ. അപ്പൊ ഇതിന്റെ താക്കോലുണ്ട്. ഇത് പിടിച്ചപ്പോ താക്കോൽ കൂട്ടിയൊക്കെ വെച്ചേക്കോ കേട്ടോ. എല്ലാം തസ്കരന്മാരല്ലേ. അപ്പൊ നമുക്ക് ആർക്കും അറിയത്തില്ല ഇതിനകത്ത് എന്നാണ്. തസ്കരന്മാരാണോ? രാധമ്മയ്ക്ക് പോലും അറിയല്ലേ ഇതിനകത്ത് എന്നാണ്. അടിച്ചിട്ടേ നേരെ വെച്ച അന്നേരം കാണത്തുള്ളൂ. പിന്നെ ചാക്കോ. ഇത് മറ്റേ മനുഷ്യനെയൊക്കെ ഇവന്റെ സാധനല്ലേ. നമുക്ക് എടുത്ത് കാണിക്കല്ലേ. എടുത്ത് കാണിക്ക്. എടുക്കണമെങ്കിൽ ഇത്തിരി ചടങ്ങാണ്. എന്നറിയോ, ചാക്കിനൊന്ന് കുടഞ്ഞിടണം. ആണോ? സാധനം ആൾക്കാര് കണ്ടു. പിന്നെ മനസ്സിലായോ? മനസ്സിലായി. മോനെ സാധനം. ഓ കിടില സാധനം ഇതാട്ടോ. ഏലക്ക. ഇതാണ് ഇതിന്റെ 2 പാക്കറ്റോ 3 അല്ലേ? 2 പാക്കറ്റ്. ഇതാണ് സാധനം. കറന്റ്ലി ഇപ്പൊ ഇതിന്റെ പ്രൈസ്, ഇത് വിറ്റ് കഴിഞ്ഞാ എത്ര രൂപ കിട്ടും? ഏകദേശം 60,000 രൂപ അടുത്ത് കിട്ടും. ഇത്ര സാധനം വിറ്റ് കഴിഞ്ഞാൽ. ഇതാണ് സാമ്പിള്. നമ്മൾ ഇത് വിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഹൈ റേഞ്ചിലൊക്കെ ഇതിപ്പോ കൊടുക്കാനായിട്ട് കടയിൽ പോവുകയാണെങ്കിൽ ഇത് കൊണ്ട കാണിക്കും. ഈ സാമ്പിൾ കൊണ്ട കാണിക്കും. അപ്പോൾ ഇത് 2 പാക്കറ്റിലെ സാമ്പിളുണ്ട്. അവര് നോക്കിയിട്ടൊരു വില പറയും. വില നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സാമ്പിൾ അവിടെ വെച്ചിട്ട് വന്ന് സാധനം എടുത്തോണ്ട് പോകും. മനസ്സിലായോ? വില ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ സാമ്പിൾ എടുത്തോണ്ട് അടുത്ത കടയിലോട്ട് പോകും. അങ്ങനെയാണ്. വലിയ കൂടുതൽ ഏലക്ക ഇച്ചിരിയേ ഉള്ളൂ. കൂടുതൽ ഏലക്ക ഉള്ളവരൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വേനലിന് ഏലം കംപ്ലീറ്റ് എല്ലാവരുടെയും ഉണങ്ങിപ്പോയി. 90% ആൾക്കാരുടെ ഏലം പോയി. നമ്മൾ ഒത്തിരി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രീകുട്ടനോട് പറഞ്ഞു, എടാ അടുത്ത വർഷം ഏലക്കായ്ക്ക് ഭയങ്കര വിലയായിരിക്കും,
കുറെ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇതിനെ എടുത്ത് വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. സ്റ്റോക്ക് എടുത്ത് വെക്കാൻ. അപ്പൊ അവൻ പോയി എടുത്ത് വെച്ചതാണ് ഇത് ഇപ്പൊ എടുത്ത് വെച്ചിട്ട് 5 മാസമായി. 5 മാസമായി. അന്ന് 2500 നമുക്ക് കിട്ടി. ആ അതെ അതെ 2,500 രൂപയൊക്കെ അന്ന് വിലയുള്ളൂ. എന്തായാലും ഇപ്പൊ അതിലൊക്കെ മൂല്യമായി, ഭയങ്കര വിലയായി. അപ്പോൾ അതൊരു ലാഭകരമായ ഒരു ഇതാണ്. ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ഒരു കുറെ കൂടെ എടുത്ത് വെച്ചേനെ. ലക്ഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സാധാരണ പൈസക്കാരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് 10 കിലോ 20 കിലോ എടുത്ത് വെച്ചുള്ളൂ. പൈസ ഉള്ള ഒരു 10 കണക്കിന് എടുത്ത് വെക്കും. 1 കിലോയില് 2000 3000 ഒക്കെ ലാഭം കിട്ടും, നല്ല വില വരുവാണേല്. ചിലപ്പം കുറഞ്ഞു പോയാൽ അത് പോവുകയും ചെയ്യും. അങ്ങനെ ഒറ്റയടിക്ക് വില കുറയുകയല്ല. അപ്പൊ ഈ വർഷത്തെ നമുക്ക് പൈസക്ക് ഇച്ചിരി ടൈറ്റ് ആണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇതെടുത്ത് വെക്കുന്നത്. ഇല്ലേ കുറച്ചാളും കൂടെ ഒരു 2 മാസം കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചാനെയാണ്. അപ്പം കുറെ ഏറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ചും കൂടെ പണിയൊക്കെ വരുന്നുണ്ട് ബാക്കില്. അപ്പൊ കുറച്ചേറെ പൈസ വേണം. അപ്പൊ ഇതെടുത്ത് വിൽക്കണം, നാളെ കൊടുക്കണം. ഇത് അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. നാളെ കൊടുക്കണം. കുറെ ഫാമിലി മെമ്പേഴ്സ് ഓർഡർ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി സാധനമാണ്. അതുകൊണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കുറെ കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് ഇതിൽ തന്നെ ഏകദേശം ഒരു 5 കിലോ അടുത്ത് UK പോകാൻ വേണ്ടി ഓർഡർ ഉണ്ട് നമുക്ക്. പിന്നെ ഓരോ കിലോ വെച്ച് 3-4 പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും ഏലക്ക വേണമല്ലോ കമന്റ് ഇടുവാണെങ്കിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. കാട വലുപ്പം ഒന്ന് കാണിച്ചു ചെയ്തോ. ഇത് 100 ഗ്രാമായിട്ടൊന്നും നമ്മൾ സെയിൽ ചെയ്യല. ഇത് 1 kg എബോ 100 ഗ്രാം ആക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തൂക്കം ശരിയല്ല. 100 ഗ്രാമിന് അല്ലെ ഇത് കണ്ടോ, ഇതുപോലെ പാക്കറ്റ് ആക്കി നമ്മൾ വേറെ ആക്കണം സെപ്പറേറ്റ്. ഭയങ്കര പണിയാ. അപ്പൊ ഇത് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇത് കാറ്റടിക്കാനോ വെയിൽ കൊള്ളാനൊന്നും പാടില്ല. തണുപ്പടിക്കരുത്. വേറൊരു കളറായി പോകും. അതിനാ ഏലക്ക നമ്മൾ ഭദ്രമായിട്ടൊരു കൂടിനകത്ത് ഇപ്പൊ ഇത് തന്നെ ആണെങ്കിലും ഞാൻ കവറൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടാ വെച്ചേക്കുന്നത് അല്ലേ? കാണാം. അപ്പം അമ്മയില്ല, അതുകൊണ്ട് ചായ കുടിച്ചില്ല. ഇനി ഇപ്പമാനെ സോപ്പിട്ട് ചായ ഒക്കെ ഇട്ട് കുടിക്കണം. അതുപോലെ നമ്മുടെ അമ്മൂസും ബിച്ചു പെങ്ങളും എല്ലാം കൂടെ വന്നായിരുന്നു, കൊച്ചും കൂടെ. ഞാൻ മോളമേയും ഇതിനും കൂടെ താഴോട്ട് പോയി. ഞാൻ ശാല തിരക്കിട്ട പരിപാടി. സന്ധ്യാസമയം ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പരിപാടികൾ കൂടുതലാണ്. കോഴിക്ക് തീറ്റ കൊടുക്കുകയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അവരോട് കൂടുതൽ സമയം സംസാരിക്കാനും പറ്റിയില്ല. പിന്നെ അവർ കുറെ ദിവസം ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് അടിച്ച് ഞാനതാ പ്ലാൻ ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് അവിടെ അവര് വന്ന അവരോടും മിണ്ടാൻ പറ്റില്ല എനിക്ക്. ഇവര് വന്നു ഞാൻ പെട്ടെന്ന് കയറി പോകുന്നു. പിന്നെ ബിച്ചുവിനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ബിച്ചു നമ്മുടെ ഏത് ആൾക്കാരുടെ കൂടെ നല്ല രീതിയിൽ ഏത് കാര്യത്തിനും അവനുണ്ട്. എനിക്ക് അവനോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ഏതൊരു കാര്യത്തിനാണേലും ഒരു പ്രത്യേക ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 2 ദിവസം കഴിഞ്ഞൊന്ന് അടിച്ചു പൊളിക്കാൻ തോന്നി. ഞാൻ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പേ അവരെ തിരക്ക് വെച്ച് പോവുകയും ചെയ്യും. കോഴിക്കുഞ്ഞിനെ മാറ്റിയിടാൻ വേണ്ടി ചെറിയ കൂടുണ്ടാക്കും. അവര് വന്നപ്പോഴാ, അതുകൊണ്ടാണ് ഞാൻ അന്നേരം വീഡിയോക്കകത്തേക്ക് വരാൻ. അപ്പൊ ബിച്ചുക്കുട്ടനൊക്കെ വന്നിട്ടെന്ന് ശരിക്കും വർത്തമാനം പറയാൻ പോലും പറ്റിയില്ല. ചായ കൊടുക്കാനും പറ്റിയില്ല. ചായ വെച്ചപ്പോഴത്തേക്ക് അവര് അനിയനേക്ക് പോയിട്ടേ അവര് പോകുള്ളൂ. എന്തായാലും നല്ലൊരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടോ? ഉടനെ തന്നെ നമ്മൾ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ കുളിച്ചില്ല, എനിക്ക് കുളിക്കണം. ഫുള്ള് വേർത്ത് നിൽക്കും. വന്നതേ ഓട്ടം തുടങ്ങി. അതിന്റെ ചെറിയൊരു സാമ്പിളാണിത്. മോൻ ചായ ഇട്ടോ. ചായ